മരണപ്പെട്ട് കഴിഞ്ഞെന്നാൽ നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലീനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള സംഭവത്തിനൊക്കെ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ പിരിവെടുക്കുന്ന ഒരു പരിപാടി, ഒരു പ്രവണത ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാം. അത് എങ്ങനെയായാലും ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് അത് കവർ ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ സന്തോഷം, ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെ സ്പൗസ്, നമ്മുടെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ വർക്ക് ചെയ്യുന്നില്ല എന്ന് കൂട്ടിയോ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻഷുറൻസിൻ്റെ ആവശ്യമുണ്ടോ? ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടത്തിൽ മിസ്റ്റർ സന്തോഷുണ്ട്. സന്തോഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഇൻഷുറൻസ് ബ്രോക്കറാണ്. അതായത് കഴിഞ്ഞ ഒരു 10 വർഷമായി അല്ലേ, 10 വർഷമായിട്ട് ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. നാട്ടിലെവിടെയോ? കോട്ടയം അല്ലേ? ചാലക്കുടി ശരിക്കുള്ള സ്ഥലം. ഇപ്പോൾ കോട്ടയത്ത് താമസിക്കുന്നു. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ 10 വർഷമായിട്ട് ഇൻഷുറൻസ് ഫീൽഡിൽ നിന്നിട്ട് എന്ത് തോന്നുന്നു? ഇപ്പം നല്ലൊരു ഇൻഡസ്ട്രിയാണ് ഫിനാൻഷ്യൽ ഇൻഡസ്ട്രി ഓസ്ട്രേലിയയിൽ. പ്രത്യേകിച്ച് ഇപ്പം നേരത്തെ ഞാനൊരു എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് 2012 ശേഷമാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്. പിന്നെ അതിൻ്റെ ലൈസൻസൊക്കെ എടുത്ത് കോഴ്സൊക്കെ ചെയ്ത് ഇപ്പോൾ ഒരു 10ാമത്തെ വർഷമാണ് ഇപ്പോൾ ഇൻഷുറൻസ് ബ്രോക്കറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ഇതുപോലെ ഓസ്ട്രേലിയയിലൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഇൻഷുറൻസ് ഒരു ആവശ്യമാണോ? അപ്പം ഞാനത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഐ വുഡ് ലൈക്ക് ടു ഗിവ് യു എ ഡിസ്ക്ലെയിമർ സ്റ്റേറ്റ്മെൻറ്റ്. The information what I am providing here will be general in nature. So we are not taking into consideration any of your financial situation, as objectives and needs. So before you take any decision, I would encourage you to seek a proper advice from a financial advisor or an insurance advisor. ഓസ്ട്രേലിയയിൽ നമുക്ക് ഇൻഷുറൻസ് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ, ഇവിടെ വരുന്ന എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ എല്ലാവരും തന്നെ ഫാമിലീസായിട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് 10-12 ഇയേഴ്സിലായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും തന്നെ ഫാമിലി ഉണ്ടാവും. പിന്നെ ഇപ്പം നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന് ജോലി ആയി കഴിയുമ്പോൾ എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഒരു വീട് വാങ്ങിക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഒരു മോർട്ട്ഗേജ് നമുക്കുണ്ടാവും. പിന്നെ നമുക്ക് പിള്ളേരുണ്ടാവും, അവരുടെ എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ലയബിലിറ്റി ഉണ്ട്. നമ്മുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള ലയബിലിറ്റി വരുന്നത് മോർട്ട്ഗേജ് ആയിരിക്കും എല്ലാവരുടെയും. പിന്നെ വേറെ എന്തെങ്കിലും ഇപ്പോൾ ലോൺസ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ലിവിങ് എക്സ്പെൻസസ്, ഏതെങ്കിലുമൊക്കെ പേഴ്സണൽ ലോൺ, കാർ ലോൺ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ലയബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് അതൊരു സംഭവമാണല്ലോ. അതെ. അപ്പോൾ നമ്മൾ ഈ ലയബിലിറ്റീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ലൈഫ് ഇൻഷുറൻസിൻ്റെ പ്രൊഡക്ട്സ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നു, നമുക്കൊരു ഫാമിലി പ്രൊട്ടക്ഷൻ കിട്ടുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടായി തന്നെ ഇപ്പം നമുക്ക് ഇൻഷുറൻസ് കമ്പനി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. മെയിൻ ആയിട്ടുള്ള ഇൻഷുറൻസിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പീസ് ഓഫ് മൈൻഡാണ്. പീസ് ഓഫ് മൈൻഡ് എവിടെ ഏത് ഇൻഷുറൻസ് എടുത്തെന്നാലും നമ്മൾ ബാക്കപ്പിനൊരു സംഭവം ഉണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ അതിനൊരു സംവിധാനം ഉണ്ടെന്നുള്ളതാണല്ലോ പീസ് ഓഫ് മൈൻഡ് എന്നുള്ള സംഭവം. അതായത് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് നമുക്ക് ഒരാൾക്ക് ഇവിടെ ഇൻഷുറൻസ് കിട്ടുന്നത് അല്ലെങ്കിൽ എടുക്കുന്നതെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ. നമുക്ക് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ 2-3 രീതിയിൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ പറയുന്നത് ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇപ്പോൾ ഇൻഷുറൻസ് കിട്ടുന്നത് ഇപ്പോൾ ഇൻഡസ്ട്രി സൂപ്പർ വഴിയുള്ള ഇൻഷുറൻസ്. അപ്പോൾ അത് നമുക്ക് ഡീഫോൾട്ട് ഇൻഷുറൻസ് എന്ന് പറയും. ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിൽ ജോലി തുടങ്ങുമ്പോൾ അവിടുത്തെ ഇപ്പോൾ ഡീഫോൾട്ടായിട്ടുള്ള സൂപ്പറിൽ ഒരു ഇൻഷുറൻസ് നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് സാധാരണ അവർ തരുന്നത് ലൈഫ് കവർ, പിന്നെ TPD, ചില കേസിൽ ഇൻകം പ്രൊട്ടക്ഷനും തരും. അപ്പോൾ ഇത് ഒരു ഡീഫോൾട്ട് ലെവൽ കവറാണ്. ഇപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള കവർ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ ഒരു രീതി. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് റീറ്റെയിൽ ഇൻഷുറൻസ് എന്ന് പറയും. ഇപ്പോൾ റീറ്റെയിൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറിൽ നിന്നല്ല ഇപ്പോൾ ഇൻഷുറൻസ് കിട്ടുന്നത്, പ്രോപ്പറായിട്ടുള്ള ഇൻഷുറൻസ് കമ്പനീസിൽ നിന്ന് തന്നെ നമ്മൾ ഇൻഷുറൻസ് എടുക്കാം. അത് ഇപ്പോൾ ഒരു ഇൻഷുറൻസ് അഡ്വൈസർ വഴിയോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസർ വഴിയോ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് വഴിയൊക്കെയാണ് ആ കവേഴ്സ് നമുക്ക് കിട്ടുന്നത്.
അപ്പോൾ ആ കവേഴ്സിൽ നമുക്ക് ലൈഫ് കവർ മാത്രമല്ല, നമുക്ക് ലൈഫ് കവർ അല്ലെങ്കിൽ ഡെത്ത് കവർ, പിന്നെ ടോട്ടൽ പെർമനന്റ് ഡിസബിലിറ്റി, ഇപ്പോൾ TPD എന്ന് പറയുന്നത്, പിന്നെ ഇൻകം പ്രൊട്ടക്ഷൻ, പിന്നെ ട്രോമ കവർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറയുന്ന കവറൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. പിന്നെ മൂന്നാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഡയറക്റ്റ് ഇൻഷുറൻസ്. ഇപ്പോൾ നമുക്ക് നേരിട്ട് നമുക്ക് ഇപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻഷുറൻസ് കമ്പനി കവർ എടുക്കാം. അവിടെ നമുക്ക് ഇപ്പോൾ ഇൻഷുറൻസ് അഡ്വൈസറിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ അങ്ങനെ എടുക്കുമ്പോൾ ഉള്ള ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞിരിക്കണം നമ്മൾ എടുക്കുന്നത് എന്താണെന്നും നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളതും, പിന്നെ ഇൻഷുറൻസിൽ യൂസ് ചെയ്യുന്ന കുറെ ഡെഫിനിഷൻസ്, ഫീച്ചേഴ്സ്, ടേംസ് ഒക്കെ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന കവർ നമുക്ക് സൂട്ടബിൾ അല്ലാതെ വരാം. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു മോർഗേജ് ബ്രോക്കർ ത്രൂ പോകുന്നതായിരിക്കും. മോർഗേജ് ബ്രോക്കർ അല്ല, നമ്മൾ ഈ ഇൻഷുറൻസ് അഡ്വൈസർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസർ. അപ്പൊ പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇപ്പം നേരിട്ട് എടുക്കുന്നതല്ലേ ബെറ്റർ, നമ്മളൊരു ഇൻഷുറൻസ് അഡ്വൈസറിന്റെ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഫീസ് പേ ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പലർക്കും സംശയം. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻഷുറൻസ് അഡ്വൈസർ വഴി പോകുന്നതുകൊണ്ട് നമ്മൾ ഫീസ് പേ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം നോർമലി ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറാണ് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഫീസ് അവർ ചാർജ് ചെയ്യുക. ഇപ്പം ഇൻഷുറൻസ് മാത്രം എടുക്കുന്നതിന് ഇപ്പം ഫീസ് ഇല്ലാതെ തന്നെ ഇപ്പം ഇൻഷുറൻസ് അഡ്വൈസേഴ്സ് അത് ചെയ്തു തരും. കാരണം അത് ഫീസ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം അതിന്റെ കമ്മീഷൻ ഇപ്പം ഇൻഷുറൻസ് കമ്പനി തന്നെ ഇപ്പം ഇൻഷുറൻസ് അഡ്വൈസേഴ്സിന് പേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ 2 പ്രാവശ്യം നമ്മൾ മെൻഷൻ ചെയ്ത സൂപ്പർ എന്ന് പറഞ്ഞ ഈ സൂപ്പർ എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇപ്പൊ സൂപ്പർ ആനുവേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഓസ്ട്രേലിയയിൽ നമ്മുടെ റിട്ടയർമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു സേവിങ്സ് ആണ്. അപ്പൊ ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരു വ്യക്തി ജോലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ആ വ്യക്തിക്ക് സാലറി, അതായത് ഓർഡിനറി ഏർണിങ്സിന്റെ ഒരു 10.5% സൂപ്പർ ഗ്യാരണ്ടി പേയ്മെന്റ് ആയിട്ട് എംപ്ലോയർ പേ ചെയ്യണമെന്നുണ്ട്. അപ്പൊ ആ 10.5% എംപ്ലോയർ സൂപ്പറിലേക്ക് പേ ചെയ്യും. അപ്പൊ ആ ഒരു എമൗണ്ട് നമ്മുടെ സൂപ്പർ ബാലൻസിൽ കിടന്ന് ഓരോ വർഷവും അത് അക്യുമുലേറ്റ് ചെയ്ത് നമ്മുടെ റിട്ടയർമെന്റ് ആവുമ്പോൾ ആ എമൗണ്ട് ആണ് പിന്നെ നമുക്ക് നമ്മുടെ പെൻഷനും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് കിട്ടുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ റിട്ടയർമെന്റ് സേവിങ്സ് ആണ്. അപ്പൊ അതിൽ നിന്നും നമുക്ക് ഇൻഷുറൻസ് എടുക്കാമോ? അതെ. അപ്പൊ ഗവൺമെന്റ് ചില ഇൻഷുറൻസ് പ്രീമിയം അതിന്റെ ഉള്ളിൽ നിന്ന് പേ ചെയ്യാനായിട്ട് ഗവൺമെന്റ് അലൗ ചെയ്യുന്നുണ്ട്. അതിപ്പോ നമുക്ക് സൂപ്പർ ആനുവേഷൻ കമ്പനീസ് വഴി എടുക്കുന്ന ഇൻഷുറൻസ്, ഇപ്പൊ ഡീഫോൾട്ട് ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ പുറമേ നിന്നുള്ള റീറ്റെയിൽ ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ട് നമുക്ക് അതിന്റെ പ്രീമിയം ഈ സൂപ്പറിൽ നിന്ന് തന്നെ, സൂപ്പറിന്റെ ബാലൻസിൽ നിന്ന് തന്നെ പേ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇപ്പൊ സൂപ്പർ ആനുവേഷൻ വഴി നമ്മൾ ഇൻഷുറൻസ് ഇപ്പൊ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ സൂപ്പർ ആനുവേഷനിൽ നിന്നുള്ള ഇപ്പൊ ഇൻഷുറൻസിന്റെ പ്രീമിയം പേ ചെയ്യുമ്പോൾ നമ്മുടെ സൂപ്പർ ആനുവേഷന്റെ ബാലൻസ് കുറഞ്ഞു പോകും. അപ്പൊ നമ്മുടെ റിട്ടയർമെന്റിനുള്ള സേവിങ്സ് അത്രയും കുറവുണ്ടാവുള്ളൂ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ നമുക്ക് അതിന് ചെയ്യാവുന്ന ഒരു കാര്യം, നമുക്ക് പേഴ്സണൽ കോൺട്രിബ്യൂഷൻ ആയിട്ടോ സാലറി സാക്രിഫൈസ് ആയിട്ടോ നമുക്ക് അഡീഷണൽ കോൺട്രിബ്യൂഷൻസ് ഈ സൂപ്പറിലേക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ഡിപ്ലീറ്റ് ആവില്ല. അപ്പൊ അതാണ് ഒരു കാര്യം. പിന്നെ ചില കണ്ടീഷൻസ് ഉണ്ട്, കണ്ടീഷൻ ഓഫ് റിലീസ്. ഇപ്പൊ സൂപ്പർ ആനുവേഷന്റെ SIS ഇപ്പൊ റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് അവര് പേയ്മെന്റ് ഒക്കെ റിലീസ് ചെയ്യത്തുള്ളൂ, എന്തെങ്കിലും ഇപ്പൊ ക്ലെയിം ഒക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വ്യക്തി ഇപ്പം ഇൻകം പ്രൊട്ടക്ഷൻ ഇപ്പം സൂപ്പറിൽ നിന്ന് ഇപ്പം ഡീഫോൾട്ടായിട്ട് എടുത്തിരിക്കുന്നു. ഇപ്പം ഇപ്പം ഇൻകം പ്രൊട്ടക്ഷൻ്റെ ക്ലെയിം വന്നാൽ ഇപ്പം ആ സമയത്ത് ഇപ്പം ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റിൽ അല്ലെങ്കിൽ സൂപ്പർ ആനുവേഷനിൽ നിന്ന് ക്ലെയിം പേ ചെയ്യാൻ പറ്റില്ല. അതായത് കണ്ടീഷൻ ഓഫ് റിലീസ് SISന്റെ ആക്ട് പ്രകാരം അത് ഫുൾഫിൽ ചെയ്യാത്തതുകൊണ്ട് പേ ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഇന്നത്തെ കാലത്ത് കൂടുതൽ പേരും ഇപ്പം ഇൻഷുറൻസ് എടുക്കുന്നത് ഇപ്പം പുറമേ നിന്ന് കൺസിഡർ ചെയ്യാറുണ്ട്, ഇപ്പോൾ റീറ്റെയിൽ ഇൻഷുറൻസ് വഴി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചില ഫീച്ചേഴ്സ് അഡീഷണൽ ആയിട്ടുണ്ട്, ചില ബെനിഫിറ്റ്സ് എക്സ്ട്രാ ആയിട്ട് കിട്ടും. പിന്നെ ഇതുപോലെയുള്ള കോംപ്ലിക്കേഷൻ ഇല്ലാതെ നമുക്ക് കിട്ടാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ സൂപ്പറിൽ നിന്ന് കിട്ടുന്ന കവേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് കവർ കിട്ടും, TPD കിട്ടും. പക്ഷെ അതിൻ്റെയൊക്കെ ഡെഫിനിഷൻസും കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പം TPD എന്ന് പറയുന്നത് ടോട്ടൽ പെർമനന്റ് ഡിസബിലിറ്റി. നമുക്ക് സൂപ്പറിൽ നിന്ന് കിട്ടുന്ന ഡെഫിനിഷൻ എപ്പോഴും എനി ഒക്യുപ്പേഷൻ ആയിരിക്കും. അപ്പം നമുക്ക് റീറ്റെയിൽ ഇൻഷുറൻസിൽ കുറച്ചും കൂടി ബെറ്റർ ഡെഫിനിഷൻ ആയിട്ടുള്ള ഓൺ ഒക്യുപ്പേഷൻ, അത് പ്രത്യേകിച്ച് സ്കിൽഡ് ആയിട്ടുള്ള എല്ലാ കാറ്റഗറീസിനൊക്കെ കിട്ടുന്ന ഒരു ഡെഫിനിഷനാണ്.
അപ്പോൾ അത് കുറച്ചും കൂടി ബെറ്ററാണ്. നമുക്ക് അതിൻ്റെ ക്ലെയിമിൻ്റെ ഒക്കെ സമയത്ത് പേ ഔട്ട് കിട്ടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു നഴ്സ് അല്ലെങ്കിൽ ഒരു ട്രേഡി ഒരു സ്കിൽഡ് ഒക്യുപ്പേഷൻ ചെയ്യുന്ന ഒരു വ്യക്തി, ഇപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ ആ വ്യക്തിക്ക് ഡോക്ടറായിട്ട് ജോലി ചെയ്യാൻ പറ്റാതെയുള്ള ഒരു പെർമനൻറ്റ് ഡിസബിലിറ്റി വന്നാൽ നമുക്ക് TPDയിൽ ഓൺ ഒക്യുപ്പേഷൻ ആണെങ്കിൽ പേയ്മെൻറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ എനി ഒക്യുപ്പേഷൻ ആണെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി നമ്മുടെ ഇപ്പോൾ എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഇപ്പോൾ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പേ ഔട്ട് കിട്ടത്തില്ല. അപ്പോൾ വേറെ പ്രൊഫഷനിൽ നമുക്ക് ജോലി നമ്മുടെ എബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് വേറെ പ്രൊഫഷനിൽ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ പറയണത് ബൈ യുവർ എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്ക് പ്രീവിയസ്ലി നമുക്ക് ഇപ്പം അങ്ങനെയുള്ള ജോലികൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ട്രെയിനിങ് ഉണ്ട്, എനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, അങ്ങനെയുള്ള മേഖലയിൽ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവർ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കിട്ടാതെ വരും. ഇപ്പോൾ സൂപ്പറിൽ നിന്നുള്ള TPD എനി ഒക്യുപ്പേഷനിൽ കിട്ടാതെ വരും അല്ലേ. അതുപോലെ തന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ബെനിഫിറ്റ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് എങ്ങനെയാണ്? അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, ഇപ്പോൾ ഇൻകം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ പലരും ഒരു തെറ്റായിട്ടുള്ള ധാരണ പലരുടെ മനസ്സിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടാൽ നമുക്ക് ഇൻകം പ്രൊട്ടക്ഷൻ ഓക്കെ, ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടാൽ നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് എല്ലാ മാസവും കിട്ടുന്നുള്ളൊരു തെറ്റായിട്ടുള്ള ധാരണയുണ്ട്. ശരിക്കുള്ള ഇൻകം പ്രൊട്ടക്ഷൻ കവർ എന്ന് പറയുന്നത് അതല്ല. നമുക്ക് എന്തെങ്കിലും ഒരു സിക്നസ്സോ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയോ വന്നിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റാതെയുള്ള സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ നോർമൽ ഇൻകത്തിൻ്റെ 70% ഇപ്പോൾ ഇൻകം പ്രൊട്ടക്ഷൻ കവർ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് നമുക്ക് പേയ്മെൻറ്റ് തരും. ഓക്കെ, അപ്പോൾ അത് ലൈഫ് ലോങ് ആണോ അതോ? ലൈഫ് ലോങ് അല്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ 2-3 ടേംസ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒന്ന് ഇൻകം പ്രൊട്ടക്ഷൻ്റെ മന്ത്ലി ബെനിഫിറ്റാണ് ഞാൻ ഈ പറയുന്ന 70% വരെയാണ് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു $10,000 പെർ മന്ത് ഇൻകം ഉള്ള ഒരാളാണെങ്കിൽ $7,000 വരെയാണ് മാക്സിമം മന്ത്ലി ബെനിഫിറ്റ് ആയിട്ട് പേ ചെയ്യുള്ളൂ. നമുക്ക് എന്തെങ്കിലും സിക്നസ്സോ ഇഞ്ചുറിയോ വന്നിട്ട് ജോലി ചെയ്യാൻ പറ്റാതെ വന്നാൽ. പിന്നെ മനസ്സിലാക്കേണ്ട 2 ടേംസും കൂടിയുണ്ട്. ഒന്ന് വെയിറ്റിംഗ് പീരീഡ്, ഒന്ന് ബെനിഫിറ്റ് പീരീഡ്. അപ്പോൾ ഇതും കൂടി നമ്മളൊരു കവർ എടുക്കുന്ന സമയത്ത് ചൂസ് ചെയ്യണം. അപ്പോൾ അത് ക്ലയൻ്റാണ് അത് ചൂസ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ സിറ്റുവേഷൻ നോക്കിയിട്ട് ഇപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ ജോലി ചെയ്യുന്നതാണെങ്കിൽ നോർമലി നമുക്കറിയാം ഒരു 4 weeks ആനുവൽ ലീവ് ഉണ്ടാവും, പിന്നെ സിക്ക് ലീവ് ഉണ്ടാവും, കാഷ്വൽ ലീവ് ഉണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് ചിലപ്പോൾ സ്പൗസിൻ്റെ ഇൻകം ഉണ്ടാവും, അത്യാവശ്യമുള്ള സേവിങ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ലോങ് സർവീസ് ലീവ് ഉണ്ടാവും, ചിലവർക്ക് ലീവ് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ ലീവ് ഉണ്ടാവും. അപ്പോൾ ഞാനൊരു കവർ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇൻകം പ്രൊട്ടക്ഷന് വരുമ്പോൾ ഇപ്പം ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറിനോടോ അല്ലെങ്കിൽ ഒരു ബ്രോക്കറിനോടോ പറയണം എനിക്ക് വെയിറ്റിംഗ് പീരീഡ് എത്ര വേണ്ടതെന്നുള്ളത്. അല്ല, ഈ വെയിറ്റിംഗ് പീരീഡ് നമ്മൾ എടുക്കുന്നതാണോ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്? അല്ല, വെയിറ്റിംഗ് പീരീഡ് എന്തായാലും ചൂസ് ചെയ്യണം. ഓക്കെ, കാരണം അത് 14 days, 30 days, 60 days, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യാം. അപ്പോൾ അതെന്താ ഇപ്പം അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റിംഗ് പീരീഡ് ഇപ്പോൾ 30 days എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയണത് എനിക്ക് ഇപ്പോൾ ഒരു ക്ലെയിം വന്നാൽ ഫസ്റ്റ് 30 daysലേക്ക് ഐ ക്യാൻ മാനേജ് ഇപ്പം എൻ്റെ എക്സ്പെൻസസ്, എൻ്റെ സിക്ക് ലീവ്, ആനുവൽ ലീവ് അല്ലെങ്കിൽ എൻ്റെ സേവിങ്സ് കൊണ്ട് ഞാൻ മാനേജ് ചെയ്തോളാം. 31st day മുതലാണ് എനിക്ക് പേയ്മെൻറ്റ് ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ 70% ഓഫ് ദി ഇൻകം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് പീരീഡ് കൂടുതലായിട്ട് ചൂസ് ചെയ്താൽ നമ്മുടെ പ്രീമിയം കുറയും. കാരണം കമ്പനിയുടെ റിസ്ക് അത്രയും കുറയും. അപ്പം 90 days ചൂസ് ചെയ്താൽ പ്രീമിയം കുറയും, 30 days ആണെങ്കിൽ പ്രീമിയം കൂടും. പിന്നെയുള്ള ഒരു കാര്യമാണ് നമുക്ക് ബെനിഫിറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ബെനിഫിറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലെയിമിന് നമുക്ക് എത്ര നാൾ വരെ അത് കണ്ടിന്യൂസ് ആയിട്ട് പേ ചെയ്യണം എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അത് ബെനിഫിറ്റ് പീരീഡ് നമുക്ക് 1 year, 2 year, 5 year അല്ലെങ്കിൽ അപ് ടു ഏജ് 65 അങ്ങനെയുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ ബെനിഫിറ്റ് പീരീഡ് കൂടുതൽ ചൂസ് ചെയ്യുമ്പോൾ പ്രീമിയം കൂടും. അപ്പോൾ അത് ബെനിഫിറ്റ് പീരീഡ് ഇപ്പോൾ 2 years, 5 years ചൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രീമിയം അത്രയും കുറഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ ഈ വെയിറ്റിംഗ് പീരീഡിനെ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ കവർ എടുത്ത് സ്റ്റാർട്ടിങ്ങിലുള്ള പീരീഡ് അല്ല, നമ്മൾ ഓരോ ക്ലെയിമിനും ഈ വെയിറ്റിംഗ് പീരീഡ് ബാധകമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് കവർ എടുത്തു, ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്കൊരു ക്ലെയിം ഉണ്ടായാൽ ആ സമയത്ത് ഇപ്പോൾ എന്ന് മുതൽ ക്ലെയിം സ്റ്റാർട്ട് ചെയ്തോ, എന്ന് മുതൽ എൻ്റെ ഇൽനെസ് അല്ലെങ്കിൽ ഇഞ്ചുറി സ്റ്റാർട്ട് ചെയ്തോ, ഇപ്പോൾ ജോലിക്ക് പോകാതെ ഇരുന്നു, അന്ന് മുതൽ ഇപ്പോൾ 30 days ആണെങ്കിൽ 30 days എൻ്റെ വെയിറ്റിംഗ് പീരീഡാണ്. അപ്പോൾ ഒരു 60 days ആണ് ജോലിക്ക് പോകാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് 30 days എൻ്റെ വെയിറ്റിംഗ് പീരീഡ്, ബാക്കിയുള്ള 1 monthലെ പേയ്മെൻ്റ് ആയിരിക്കും എനിക്ക് ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യുക.
അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ള ഒരു കൺസേൺ ആണ്, അതായത് നമ്മൾ ഈ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ഇതൊക്കെ ചെയ്യണം എന്ന് പറയുന്നത്, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഓക്കെ, അപ്പോൾ ഈ മെഡിക്കൽ അല്ലെങ്കിൽ ബ്ലഡ് ചെക്ക് എന്നൊക്കെ പറയുന്നത് നമ്മൾ സൂപ്പർ വഴി എടുക്കുന്ന ഇപ്പോൾ ഡീഫോൾട്ട് കവേഴ്സ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അവർ നമുക്ക് ഡീഫോൾട്ടായിട്ട് ചിലപ്പോൾ ഒരു ലൈഫ് കവർ ഇപ്പോൾ ഒരു സേ 180,000 അല്ലെങ്കിൽ TPD, അപ്പോൾ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇൻകം പ്രൊട്ടക്ഷൻ എന്തെങ്കിലും ഒരു $1,000 പെർ മന്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡീഫോൾട്ട് കവർ തരും. ഈ ഡീഫോൾട്ട് കവർ നമുക്ക് തരുന്നതിന് അല്ല മെഡിക്കൽസോ ബ്ലഡ് ടെസ്റ്റോ ഒന്നും ആവശ്യമില്ല. ഓക്കെ, പിന്നെ നമ്മൾ റീറ്റെയിൽ ഇൻഷുറൻസ് എടുക്കുന്നതിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇപ്പോൾ റീറ്റെയിൽ ഇൻഷുറൻസിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അപ്ലിക്കേഷനിൽ ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ബേസിസിലാണ് കമ്പനി മെഡിക്കൽ അണ്ടർ റൈറ്റിംഗ് എന്ന് പറയും. മെഡിക്കൽ അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർജറി കഴിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പോൾ മെഡിക്കൽ ഹിസ്റ്ററിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇപ്പം നോക്കിയിട്ട് ചിലപ്പോൾ നമ്മുടെ GP അടുത്തേക്ക് അവർ എന്തെങ്കിലും ഇപ്പം മെഡിക്കൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടും. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് അവർ നമുക്ക് കവർ തരണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ മെഡിക്കൽ അണ്ടർ റൈറ്റിംഗ് നമ്മുടെ അപ്ലിക്കേഷൻ്റെ സ്റ്റേജിൽ തന്നെ സംഭവിക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ക്ലെയിം ടൈമിൽ നമുക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് അവർ അണ്ടർ റൈറ്റിംഗ് ചെയ്യുന്നത്. അപ്പം മെഡിക്കൽ അണ്ടർ റൈറ്റിംഗ് ചെയ്യുന്ന സമയത്താണ് ചില കേസുകളിൽ അവർ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചോദിക്കും. അതിന് ചില ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എമൗണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഏജ്, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ BMI ഇപ്പോൾ ഒത്തിരി കൂടുതലാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അല്ല ഫാമിലി ഹിസ്റ്ററിയിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അവർ കവർ തരണോ വേണ്ടേ തീരുമാനിക്കുന്നത്. അത് മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിനെ പറ്റി ഒന്ന് പറയാമോ? ഇപ്പം ഈ ഒരു കാര്യത്തിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഓസ്ട്രേലിയയിൽ നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി എല്ലാം ഇൻഷുറൻസ് കമ്പനീസിന് ആക്സസിബിൾ ആണ്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു ഡിക്ലറേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഹിസ്റ്ററി അവർക്ക് അത് എടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പം മെഡിക്കെയർ വെച്ചിട്ട് നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ ഏത് ക്ലിനിക്കിൽ പോയാലും നമ്മൾ ചെക്കപ്പിനോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷനോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റിനോ പോയിട്ടുണ്ടെങ്കിൽ എല്ലാ റെക്കോർഡ്സും അവർക്ക് ആക്സസിബിൾ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യുന്നതാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലെയിം ടൈമിൽ പിന്നെ ഒന്നും നമുക്ക് ഇല്ല. അപ്പം എല്ലാം ക്ലിയർ ആയിരിക്കും നമ്മൾ. അപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന യങ് ഏജിൽ തന്നെ ഇതുപോലൊരു ഇൻഷുറൻസ് എടുക്കുന്നതായിരിക്കും നല്ലതല്ലേ? തീർച്ചയായിട്ടും. കാരണം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ ഒരു 30s പലരും അങ്ങനെയുള്ള കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കില്ല. ഇപ്പോൾ ഒരു 40s അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്ന് ഇപ്പോൾ ഡയബറ്റിക്കായി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണാനായിട്ട് പോകാൻ പറഞ്ഞു, അന്നേരമാണ് ഓടിപ്പോയി നമ്മളുടെ അടുത്ത് വന്നിട്ട് പറയും ഇപ്പം എനിക്കൊരു ഇൻഷുറൻസ് വേണം, അപ്പം എന്താ ചെയ്യുക? അപ്പോൾ ഇപ്പം ആ കാര്യം കൂടി ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരാം. ഇപ്പം എന്തെങ്കിലും മെഡിക്കൽ ഇപ്പം ഇഷ്യൂസ് ഉള്ള ആൾക്കാർ ഇപ്പോൾ ഒരു ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൾ നിങ്ങൾ ഏത് കവറിന് അപ്ലൈ ചെയ്യുന്നു, ഇപ്പം ലൈഫ് കവർ, TPD, ഇൻകം പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ട്രോമ കവറൊക്കെ ആണെങ്കിൽ അവർ നോർമലി അസസ്മെൻറ്റ് കഴിയുമ്പോൾ, ഇപ്പം മെഡിക്കൽ അണ്ടർ റൈറ്റിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ഇപ്പോൾ 2-3 കാര്യങ്ങളായിരിക്കും അവിടെ സംഭവിക്കുക. ഒന്നില്ലെങ്കിൽ അവർ പറയും ഓക്കെ വി ആർ ഹാപ്പി ടു അക്സെപ്റ്റ് യുവർ അപ്ലിക്കേഷൻ ആസ് ഇറ്റ് ഈസ്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ്സിൽ ഇപ്പോൾ ദർ ഇസ് നോ ചേഞ്ച് ടു ദ പ്രീമിയം, അങ്ങനെ ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് അവർ ആ കവർ തരും. ഇപ്പോൾ സെക്കൻഡ് കേസിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾക്ക് ഇന്ന കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആ റിസ്ക്കും കൂടി ഇപ്പം ഞങ്ങൾ കവർ ചെയ്യുന്ന കാരണം കൊണ്ട് നിങ്ങളുടെ പ്രീമിയം ഞങ്ങൾ കൂട്ടും. ഇപ്പം അതിനുള്ള പ്രീമിയം ലോഡിംഗ് എന്ന് പറയും. ഒരു പെർസെൻറ്റേജ് നമ്മുടെ നോർമൽ പ്രീമിയത്തിൻ്റെ അവർ കൂട്ടും. ചില കേസിൽ ചിലപ്പോൾ 50%, ചിലപ്പോൾ 100%, ചിലപ്പോൾ 150%, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് അവർ പ്രീമിയം ലോഡ് ചെയ്യും. അപ്പം നമുക്ക് തീരുമാനിക്കാം ഇപ്പം ആ കവർ എടുക്കണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ ഇപ്പം അതാണ് ഒരു സെക്കൻഡ് സിനാറിയോ. ഇപ്പം അതിനുള്ളിൽ വേറെ എക്സ്ക്ലൂഷൻസ് ഒന്നുമില്ല, എല്ലാം അവർ കവർ ചെയ്യുന്നു, പക്ഷേ പ്രീമിയം ലോഡ് ചെയ്യുന്നു. പിന്നെ മൂന്നാമത്തെ ഒരു സിനാറിയോ എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ പറയും നിങ്ങൾക്ക് ഇന്നൊരു കണ്ടീഷൻ ഉള്ളത് കൊണ്ട്, ഇപ്പോഴും ആ ഒരു പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹിസ്റ്ററിയിൽ ഇങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു ഹാർട്ടിൻ്റെ കണ്ടീഷൻ എക്സ്ക്ലൂഷനാണ്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ പറയും ഇപ്പോൾ ഒരു കാലിൻ്റെ ഒരു സർജറി കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ സർജറി കഴിഞ്ഞു, പക്ഷേ സർജറി കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. അപ്പോൾ അവർ പറയും നിങ്ങൾക്ക് ഇപ്പോൾ റൈറ്റ് ലെഗിൻ്റെ നീക്ക് ഒരു എക്സ്ക്ലൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു ഇൻകം പ്രൊട്ടക്ഷനിലാണ് അവർ പറഞ്ഞേക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇപ്പം നീക്കി ഒരു
കാലുവേദനയാണെന്നും പറഞ്ഞ് നാളെ പോയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. പക്ഷേ അവിടെയും നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ചിലപ്പോൾ 2-3 കൊല്ലമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വേറെ സിംറ്റംസ് ഒന്നുമില്ല, നമ്മൾ വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഇപ്പം നമുക്ക് ഓക്കെ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എക്സ്ക്ലൂഷൻ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് നമുക്ക് റീറ്റെയിൽ ഇൻഷുറൻസിൽ അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ളതാണ് സംഭവിക്കുക. പിന്നെ 4ാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ കവർ ഡിക്ലൈൻ ചെയ്യും. ചില കേസുകളിൽ അവർ പറയും ഇറ്റ് ഈസ് ടു റിസ്കി, ഇന്ന കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കവർ ഡിക്ലൈൻ ചെയ്യുമെന്ന് പറയും. ഓക്കെ. സന്തോഷം, വേറൊരു കാര്യം നമുക്ക് ചോദിക്കാനുള്ള, ഇപ്പോൾ ഇവിടെ മലയാളികളായിട്ട് നമ്മളിപ്പോൾ ഒത്തിരി വലിയൊരു കമ്മ്യൂണിറ്റി നമ്മുടെ ഓസ്ട്രേലിയയിലുണ്ട്. ഇവിടെ മരണപ്പെട്ട് കഴിഞ്ഞെന്നാൽ അത് സന്തോഷിന് എത്രത്തോളം അത് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. മരണപ്പെട്ട് കഴിഞ്ഞെന്നാൽ നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലീനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള സംഭവത്തിനൊക്കെ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ പിരിവെടുക്കുന്ന ഒരു പരിപാടി, ഒരു പ്രവണത ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാം. അത് എങ്ങനെയായാലും ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് അത് കവർ ചെയ്യുന്നുണ്ടോ, നമുക്ക് അതിൻ്റെ ആവശ്യകതയുണ്ടോ എന്നുള്ളതിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെയുള്ള കേസിൽ ഇപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമുക്കൊരു ഇൻഡസ്ട്രി ഫണ്ടിൽ സൂപ്പറാനുവേഷൻ വഴി നമുക്കൊരു ഡീഫോൾട്ട് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാതിരിക്കുക. അപ്പോൾ ആ ഒരു കവറിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഷുറൻസ് നമുക്കിപ്പോൾ ഒരു ലൈഫ് കവർ P1 ഒരു 150,000 അല്ലെങ്കിൽ ഒരു 120,000 ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഈ പറയുന്ന കാര്യത്തിന് വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. അതായത് നമുക്ക് ആ കവർ കിട്ടുന്നത് നമുക്ക് മെഡിക്കൽ ചെക്കപ്പോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റോ ഒന്നും ഇല്ലാതെയാണ് കിട്ടുന്നത്. അപ്പോൾ ചില സൂപ്പറാനുവേഷന് വഴി കിട്ടുന്ന, ഇപ്പം എനിക്ക് തോന്നുന്നത് ഓസ്ട്രേലിയൻ സൂപ്പറാന്ന് തോന്നുന്നു, ഇപ്പോൾ അവരുടെ ഇപ്പോൾ ഡീഫോൾട്ട് കവറിൽ ഇപ്പോൾ ഒരു ഫസ്റ്റ് 2 ഇയേഴ്സിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർ പ്രീ എക്സിസ്റ്റിംഗ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഓരോ സൂപ്പറാനുവേഷൻ്റെ അവരുടെ PDSൽ നോക്കണം. അപ്പോൾ ചില കേസുകളിൽ ചിലപ്പോൾ അവർ മെഡിക്കൽ അണ്ടർറൈറ്റിങ്ങിൻ്റെ ആവശ്യമില്ല, അത് ഡീഫോൾട്ട് കവർ എല്ലാം തന്നെ ഫുള്ളി കവേർഡ് എന്ന് പറയും. പക്ഷെ നോർമലി അതെല്ലാം കവേർഡ് ആയിരിക്കും. പക്ഷെങ്കിലും ചില കമ്പനീസ് പറയും അവർ ഫസ്റ്റ് 2 ഇയേഴ്സ് കഴിഞ്ഞാലാണ് എല്ലാം കവേർഡ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള കവേഴ്സ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ഹൈ റിസ്ക് ഒക്യുപ്പേഷനിൽ ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, ഇപ്പോൾ ഒരു പോലീസ് ഓഫീസറോ അല്ലെങ്കിൽ ഒരു മൈനിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, അങ്ങനെയുള്ള കേസുകളിൽ ചിലപ്പോൾ നമുക്ക് നോർമൽ ഇൻഷുറൻസ് കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് ഈ ഡീഫോൾട്ട് ഇൻഷുറൻസ് എപ്പോഴും നമ്മളത് ക്യാൻസൽ ചെയ്യാതെ കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്, എസ്പെഷ്യലി ലൈഫ് കവർ പോലെയുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഇപ്പോൾ ഒരു ഡെത്ത് അങ്ങനെയുള്ളത് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പറയുന്ന ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്യൂണറൽ എക്സ്പെൻസസ് ഇപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. ഇപ്പം അതൊന്ന്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഫ്യൂണറൽ ബെനിഫിറ്റ് എന്നും പറഞ്ഞിട്ടുള്ള കവേഴ്സ് ഉണ്ട്. അതിന് ചെറിയ പ്രീമിയം കൊടുത്താൽ മതി. അതിപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു $10,000 $15,000 ഒക്കെ ബെനിഫിറ്റ് കിട്ടുന്ന അങ്ങനത്തെ കവേഴ്സും മാർക്കറ്റിലുണ്ട്. അതോരോന്ന് എടുത്തിട്ടേക്കുവാണെങ്കിൽ ആൾക്കാർക്ക് എടുക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പെൻസസിന് വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സൂപ്പർ വഴി എടുക്കുന്ന കവേഴ്സ് ഇതിന് ബെനിഫിഷ്യറി നോമിനേഷൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. ഇപ്പോൾ ഡീഫോൾട്ട് കവറിൽ ഇപ്പോൾ നമുക്കൊരു ലൈഫ് കവർ ഉണ്ടെങ്കിലും അതിൻ്റെ ബെനിഫിഷ്യറി നോമിനേഷൻ വാലിഡ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡെത്ത് ഉണ്ടായി കഴിഞ്ഞാൽ, കാരണം പൈസ കിട്ടത്തില്ല, ഇപ്പം അതിൻ്റെ പേയ്മെൻറ്റ് ആർക്ക് കൊടുക്കണം എന്നുള്ളത് അത് ട്രസ്റ്റിക്ക് തീരുമാനിക്കാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ ആ പേയ്മെൻറ്റ് അവിടെ ഇപ്പോൾ ഹെൽഡപ്പ് ആവും. അപ്പോൾ അതെപ്പോഴും നമ്മൾ ഇപ്പോൾ ഇൻഷുറൻസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ലൈഫ് കവർ സൂപ്പറിൽ നിന്നുള്ള കവറാണെങ്കിൽ എപ്പോഴും ഒരു വാലിഡ് ബെനിഫിഷ്യറി നോമിനേഷൻ നമ്മൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിലൂടെ ഈ ഒരു സംഭവത്തിന് ഒരു പരിധിവരെ ദൂരീകരിക്കാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഈ ഡീഫോൾട്ട് ഇൻഷുറൻസിൻ്റെ കവർ വലിയ എക്സ്പെൻസീവ് അല്ല. പിന്നെ ഇതിനുള്ളിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പലർക്കും ഈ ഡീഫോൾട്ട് ഇൻഷുറൻസ് കവർ ഇപ്പം ക്ലെയിം ചെയ്യാൻ പറ്റാതെ വരുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റീസെൻ്റ്ലി സൂപ്പറിൽ കുറച്ച് റിഫോംസ് വന്നിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഒരു മെയിനായിട്ടുള്ള റിഫോമാണ്, ഇപ്പം എൻ്റെ സൂപ്പറിൽ ഒരു 16 months ആയിട്ട് ഇപ്പം പേയ്മെൻറ്റ്സ് കോൺട്രിബ്യൂഷൻ ആയിട്ടോ റോൾ ഓവർ ആയിട്ടോ ഒന്നും വന്നിട്ടില്ലെങ്കിൽ എനിക്ക് ആ സൂപ്പറിലുള്ള ഇൻഷുറൻസ് ക്യാൻസൽ ആയി പോകും. ഐ ഓപ്റ്റ് ഫോർ ദാറ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി സൂപ്പറിൽ ഇപ്പോൾ എനിക്കൊരു ഇൻഷുറൻസ് ഉണ്ട്, അതിനുള്ളിൽ കുറച്ച് ബാലൻസ് എമൗണ്ട് ഉണ്ട്. ഇപ്പം ഞാൻ ഒരു ജോലി മാറിയെന്ന് വിചാരിക്കുക,
അപ്പോൾ പിന്നെ പുതിയൊരു സ്ഥലത്തേക്ക് പോയി അല്ലെങ്കിൽ കുറച്ച് നാൾ ഞാൻ ജോലി ചെയ്തില്ല, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ചിലപ്പോൾ 2-3 സൂപ്പർ ഉണ്ടാവും. അപ്പോൾ ഓരോ സ്ഥലത്ത് ഇപ്പോൾ ജോലി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അവർ പുതിയൊരു സൂപ്പർ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മുടെ സൂപ്പർ ഒരെണ്ണമായിരിക്കണം. അത് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ എക്സിസ്റ്റിങ്ങിലുള്ള സൂപ്പർ ആനിമേഷൻ കമ്പനിയിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഫോംസ് അയച്ചു തരും. അപ്പോൾ നമുക്കിത് എല്ലാ സൂപ്പറും കൂടി ഇപ്പോൾ ഒറ്റ സൂപ്പറായിട്ട് കൺസോളിഡേറ്റ് ചെയ്യാം. ഇപ്പം അല്ലെങ്കിൽ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ എംപ്ലോയർ കൊടുത്തിട്ടുള്ള ഇപ്പോൾ സൂപ്പറിലുള്ള ബാലൻസ് എമൗണ്ട് കുറേ കഴിയുമ്പോൾ കുറഞ്ഞു പോകും. കാരണം നമ്മൾ ഈ സൂപ്പർ ആനിമേഷൻ അതിൻ്റെ ഫീസും കാര്യങ്ങളും അതിൻ്റെ ആനുവൽ ഫീസ്, ഹാഫ് ഇയർലി ഫീസ് എന്നൊക്കെ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസ് അവരെടുക്കും. പിന്നെ ഈ പറയുന്ന ഇപ്പോൾ ഡീഫോൾട്ട് ഇൻഷുറൻസിൻ്റെ പ്രീമിയവും ആ സൂപ്പറിൻ്റെ ബാലൻസിൽ നിന്ന് അവരെടുക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ സൂപ്പറിലെ ബാലൻസ് കുറഞ്ഞു പോകും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 16,000 താഴെ കുറഞ്ഞു പോയി, പിന്നെ ആ സൂപ്പറിലേക്ക് പേയ്മെൻ്റ് ഒന്നും വരുന്നില്ലെങ്കിൽ 16 മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വന്നാൽ ആ സൂപ്പറിലുള്ള ഇൻഷുറൻസ് അവർ ക്യാൻസൽ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. നമ്മൾ സൂപ്പറിനകത്ത സംഭവങ്ങൾ, അതുപോലെ സന്തോഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക. സന്തോഷ് 10 വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് ഈ മെൽബണിൽ മാത്രമുള്ളോ സന്തോഷ് ചെയ്യുന്നത്, അതോ ഓൾ ഓവർ ഓസ്ട്രേലിയ ചെയ്യുന്നുണ്ടോ? അല്ല, ഇൻഷുറൻസ് ഇപ്പം ഞങ്ങൾ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ എല്ലായിടത്തും ചെയ്യാം. അല്ല, മെൽബണിൽ മാത്രമല്ല, ഇപ്പം എല്ലാ സ്റ്റേറ്റ്സിലും നമുക്ക് ക്ലയൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് എല്ലാ സ്റ്റേറ്റ്സിലും ഇപ്പം കൂടുതലും നമ്മുടെ കമ്മ്യൂണിറ്റി ക്ലയൻസ് ആണ് കൂടുതലുള്ള മലയാളികൾ, നേഴ്സുമാരും, എഞ്ചിനീയേഴ്സ്, അല്ലെങ്കിൽ IT പ്രൊഫഷണൽസ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതൽ. അപ്പോൾ സന്തോഷിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും, കമ്പനി നെയിം, അതുപോലെ കോൺടാക്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടോളാം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പം ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. എന്തെങ്കിലും ഒരു ഇൻഷുറൻസിൻ്റെ പർപ്പസിന് അല്ലെങ്കിൽ പുള്ളി നല്ലതായിട്ട് അഡ്വൈസ് ചെയ്ത് തരും. മലയാളത്തിൽ തന്നെ നമുക്കിതെല്ലാം കേട്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല അനുഭവമാണ്, അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ അത് സന്തോഷം ഉണ്ട്. അതുപോലെ തന്നെ സന്തോഷം, ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെ സ്പൗസ്, നമ്മുടെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ വർക്ക് ചെയ്യുന്നില്ല എന്ന് കൂട്ടിയോ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻഷുറൻസിൻ്റെ ആവശ്യമുണ്ടോ? ഓക്കെ. ഇപ്പം നമ്മൾ ഇൻകം പ്രൊട്ടക്ഷനെ പറ്റി പറയുമ്പോൾ, ഇപ്പോൾ നമുക്ക് ജോലി ഉണ്ടെങ്കിൽ, നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ, ഇപ്പം മിനിമം ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇൻകം പ്രൊട്ടക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. പക്ഷേ ലൈഫ് കവറും പിന്നെ ട്രോമ കവർ, ഈ 2 കവറും നമ്മൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് എടുക്കാവുന്ന കവേഴ്സാണ്, ആസ് ലോങ് ആസ് യു ക്യാൻ പേ ദ പ്രീമിയം. അപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ കാണുന്നവരോടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ നമ്മൾ ഫാമിലിയായിട്ട് താമസിക്കുന്നു. നമ്മൾ 2 പേര് ജോലി ചെയ്യുന്നവർ കാണും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ മാത്രം ജോലി ചെയ്യുന്നവർ കാണും. അപ്പോൾ നോർമലി കണ്ടുവരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ലൈഫ് കവർ വേണം, എനിക്ക് ലയബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇൻകം പ്രൊട്ടക്ഷൻ വേണം, അങ്ങനെ പറഞ്ഞു വരും. പക്ഷേ ജോലി ചെയ്യാത്ത ആളെക്കുറിച്ച് ആരും തന്നെ ചിന്തിക്കാറില്ല. അപ്പോൾ അങ്ങനെ ആൾക്കാരുണ്ടോ ഇവിടെ ജോലി ചെയ്യാത്തവർ? അതായത് ചിലപ്പോൾ ഓസ്ട്രേലിയ പോലെയുള്ള ഒരു കൺട്രിയിൽ 2 പേരും ജോലി ചെയ്താലേ ഉള്ളൂ ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ. ചില കേസുകളിൽ ചിലപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ ഉള്ള ആൾക്കാർ, അവർ ചിലപ്പോൾ ആ പിള്ളേർ വളർന്നു വരുന്നവരെ ചിലപ്പോൾ ഒരാൾ ജോലി ചെയ്യേണ്ടെന്ന് തീരുമാനിക്കും. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കേസിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക, നമുക്കൊരു മോർഗേജും ലയബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ലൈഫ് കവറും ഒരു ട്രോമ കവർ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഇൽനെസ്സിൻ്റെ ഒരു കവറും നമ്മൾ ഡെഫിനറ്റ്ലി ഒരു കവർ കൺസിഡർ ചെയ്യുന്നത് നല്ലതാണ്. കാരണം അതിൻ്റെ ഒരു റീസൺ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു നോൺ വർക്കിംഗ് സ്പൗസിന് എന്തെങ്കിലും സംഭവിച്ചാൽ, ഇപ്പോൾ പിള്ളേരുണ്ട്, നമുക്ക് ലയബിലിറ്റി ഉണ്ട്. അപ്പം നമുക്ക് ഈ ലയബിലിറ്റി നമ്മൾക്ക് ചിലപ്പോൾ അത് പേ ഓഫ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മുടെ ജോലിയും കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചാലും, പിന്നെ ഈ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് നമ്മളൊരു കെയറിനെയോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ചൈൽഡ് കെയർ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അഡീഷണൽ എക്സ്പെൻസസ് വരും. ഓക്കെ. അല്ല, അത് ഗവൺമെൻറ് കുറച്ച് ഹെൽപ്പ് ചെയ്യത്തില്ല? അത് ഡിപ്പെൻസ്. അതിപ്പം നമ്മുടെ ഇൻകമും ഒക്കെ അനുസരിച്ചല്ലേ സെൻട്രൽ ലിങ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ പറഞ്ഞതല്ല, ഇപ്പം നമുക്കിപ്പോൾ ലയബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഒരു ക്യാൻസർ വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ട്രോക്ക് വന്നു, എന്തെങ്കിലും വന്ന് കിടപ്പിലായി എന്നൊക്കെ വിചാരിക്കുക. ഇപ്പോൾ അവർക്ക് ഇപ്പോൾ ഡെത്ത് ഉണ്ടാവണമെന്നൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ടോട്ടൽ പെർമനൻറ്റ് ഡിസബിലിറ്റി വന്നു, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ആ പറയുന്ന ആൾ
ഇപ്പോൾ ബെഡ് റിട്ടണായി അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റില്ല, ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി എക്സ്പെൻസസ് ഉണ്ട്. നമുക്ക് ഈ മെഡിക്കൽ എക്സ്പെൻസസ് എന്നൊക്കെ പറയുന്നത് ഈവൻ നമുക്കൊരു പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസസ് ഒത്തിരി വരും. ഓക്കെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള കേസിലാണ് ഈ ട്രോമ കവർ, ക്രിട്ടിക്കൽ ഇൽനെസ് കവറൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ ആ കവറിനെ പറ്റി ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. അതായത് ഈ ട്രോമ കവർ എന്ന് പറയുന്നത് നമുക്ക് സൂപ്പറിൽ നിന്ന് കിട്ടുന്ന ഒരു കവറല്ല. ഓക്കെ. നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഒരു കവറാണ്. ഇപ്പം നോൺ സൂപ്പറിൽ നിന്ന് മാത്രമാണ് കിട്ടത്തുള്ളൂ. ഈ ട്രോമ കവർ എന്ന് പറയുന്നത് കുറേ ലിസ്റ്റ് ഓഫ് കണ്ടീഷൻസ് അവരുടെ PDS-ൽ ഓരോ ഇൻഷുറൻസ് കമ്പനീസിൻ്റെ PDS-ൽ പറയും. അപ്പോൾ അതിനുള്ളിൽ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില കമ്പനീസിൽ ഒരു 25 കണ്ടീഷൻസ് അല്ലെങ്കിൽ 27 കണ്ടീഷൻ 30 കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, കിഡ്നി ഫെയിലിയർ, അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് പറയും. അപ്പോൾ ഈ പറയുന്ന ലിസ്റ്റ് ഓഫ് കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഡയഗ്നോസ്ഡ് ആയാൽ ആ PDS-ൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പോളിസി ഡോക്യുമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന മെഡിക്കൽ ഡെഫിനിഷൻ മീറ്റ് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി ആ ലംസം പേയ്മെൻറ്റ് ആ വ്യക്തിക്ക് പേ ഔട്ട് ചെയ്യും. അതാണ് ഈ ട്രോമ കവറിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കവർ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇൻകം പ്രൊട്ടക്ഷൻ്റെ ഈ മന്ത്ലി ബെനിഫിറ്റൊക്കെ കൂടാതെ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനൊക്കെ ഒരാൾക്ക് ഡയഗ്നോസ് ചെയ്താൽ ആ മെഡിക്കൽ ഡെഫിനിഷൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ 200,000 250,000 ലംസമായിട്ട് പേയ്മെന്റ് കിട്ടും. അതൊരു വലിയൊരു ബെനിഫിറ്റ്. ഫിനാൻഷ്യലി നമ്മൾ ഒത്തിരി അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ. അതുപോലെ തന്നെ സന്തോഷം, ഈ ക്രിട്ടിക്കൽ ഇൽനെസ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഈ ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറഞ്ഞാൽ അത് എന്താ, ഒരാൾ വീണ് നമ്മൾ ബെഡ് റിഡൺ ആയിട്ട് കിടക്കുന്നതാണോ ഈ ക്രിട്ടിക്കൽ ഇൽനെസ് എന്നുള്ളൊരു? ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ ട്രോമ എന്ന് പറയുന്നത് തന്നെയാണ് ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറയുന്നത്. ഈ ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അസുഖം വന്ന് നമ്മൾ ബെഡ് റിഡൺ ആവണം അല്ലെങ്കിൽ ഇപ്പോൾ ലോസ് ഓഫ് ലൈഫ് ഉണ്ടാവണം, അങ്ങനെയൊന്നുമില്ല. അതായത് ആ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഇപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു വ്യക്തിക്ക് ഡയഗ്നോസ് ചെയ്തു. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടായി വിചാരിക്കുക. അപ്പോൾ ഈ സ്ട്രോക്ക് എന്നുള്ള കണ്ടീഷൻ ആ PDS-ൽ ഈ ട്രോമയുടെ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൽനെസിൻ്റെ കണ്ടീഷൻസിൽ ഒരെണ്ണം ആണോ അല്ലേ എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് ഒക്കെ മോസ്റ്റ് കോമൺ ആണ്. അപ്പോൾ ആ കണ്ടീഷനുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഡെഫിനിഷൻ മീറ്റ് ചെയ്യണം. അപ്പോൾ സ്ട്രോക്ക് ഉണ്ടായെന്നുള്ളതിൻ്റെ ആ കമ്പനിയുടെ മെഡിക്കൽ ഡെഫിനിഷൻ എന്താണ് സ്ട്രോക്കിനെ കുറിച്ച് പറയുന്നത്. അതെ, അങ്ങനെ ഇതിനകത്ത് ഒരു കമ്പനി എഴുതി വെച്ചിരിക്കുക. ഇവൻ സ്ട്രോക്ക് വന്ന് ഇപ്പോൾ ഒത്തിരി പേര് എണീറ്റ് നടക്കുന്നവരുണ്ട്. അപ്പോൾ ആ കമ്പനിയിൽ ഇപ്പോൾ അവർ എഴുതി വെച്ചിരിക്കുന്നത് സ്ട്രോക്ക് വന്ന് ഇവൻ ബെഡ് റിഡൺ ആയാൽ മാത്രമേ ഈ അങ്ങനെയല്ല. അതായത് സ്ട്രോക്ക് എന്ന് പറയുന്നത് പല ടൈപ്പ്. ഇപ്പോൾ സ്ട്രോക്കിൻ്റെ ഒരു മെഡിക്കൽ ഡെഫിനിഷൻ ഉണ്ട്. ഓക്കെ. ഇപ്പോൾ സ്ട്രോക്ക് ആണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു മെഡിക്കൽ ഡെഫിനിഷനാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഇപ്പോൾ അയാൾ കിടപ്പ് രോഗിയാവാന്നുള്ളതല്ല. സ്ട്രോക്ക് വന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്യാൻസർ വന്നെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ക്രിട്ടിക്കൽ ഇൽനെസ് ട്രോമയിൽ പേയ്മെൻറ്റ് ചെയ്യും. ഈ പറയുന്ന വ്യക്തി ചിലപ്പോൾ ആഫ്റ്റർ 12 months ബാക്ക് ടു വർക്ക് വന്നെന്നും വരും. അതുകൊണ്ട് പ്രശ്നമില്ല. കാരണം ഈ പറയുന്ന പേയ്മെൻറ്റ് കിട്ടുകയും ചെയ്യും. ഓക്കെ. അപ്പം നമ്മൾ അതെങ്ങനെ അറിയുന്നത്? ഇവരുടെ ആ ഡെഫിനിഷൻ PDS-ലുണ്ട്. നമ്മൾ വായിച്ച് നോക്കണം. അപ്പോൾ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പോലും ആ സ്ട്രോക്കിൽ ഏത് രീതിയിൽ ഡെഫിനിഷൻ ചില ഇൻഷുറൻസ് കമ്പനീസിന്റെ ഡെഫിനിഷൻ ചിലപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ഡെഫിനിഷൻ ആയിരിക്കും. കുറച്ചും കൂടി ഈസി ആയിട്ട് പേയ്മെന്റ് കിട്ടുന്ന ചിലപ്പോൾ ടഫർ ആയിരിക്കും. ഓക്കെ. അപ്പോൾ അന്നേരം നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? നമ്മൾ ഓരോ ഇൻഷുറൻസ് കമ്പനിയുടെയും ഇതെടുത്ത് വായിച്ച് നോക്കണം. അത് PDS നമ്മൾ വായിച്ച് നോക്കണതാണ് എപ്പോഴും നല്ലത്. പിന്നെ നമ്മൾ ചെയ്യുന്ന സാധാരണ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലയൻസിനോട് വേണമെങ്കിൽ ചോദിക്കാം, ഇപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ഹിസ്റ്ററിയിൽ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ? ഇപ്പോൾ ഒരു ക്യാൻസറിൻ്റെ ഒരു ഹിസ്റ്ററി ഉള്ളൊരു ഫാമിലിയാണോ, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഒരു ഹിസ്റ്ററി ഉള്ള ഫാമിലിയാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെറിഡിറ്ററി ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് ഉള്ള ഫാമിലിയാണോ? അപ്പോൾ ചിലർ നമ്മളോട് പറയും, ഇപ്പം എൻ്റെ ഫാദറിന് ഇന്ന ക്യാൻസർ ആയിരുന്നു, എൻ്റെ അമ്മയ്ക്ക് ഇന്ന അസുഖമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൻ്റെ ബെറ്റർ ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഏത് ഇൻഷുറൻസ് കമ്പനിയാണ് തരുന്നത് ആ കമ്പനീസിൽ പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പം അതിന് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഒരു ഇൻഷുറൻസ് ബ്രോക്കറിൻ്റെ അടുത്ത് പോകുന്നതാണോ നല്ലത്? അല്ല, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഷുറൻസ് ബ്രോക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കമ്പാരിസനെ കൊടുക്കുന്നത്. നമ്മൾ പല കമ്പനീസിൻ്റെ ഇത് പ്രീമിയംസിൻ്റെയും അതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ ഒരു കമ്പാരിസനെ. അല്ല, അത് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് അറിയാൻ പറ്റത്തില്ല. അപ്പം നമ്മളതിൻ്റെ ഫാക്ട്സ് പറഞ്ഞു കൊടുക്കും. ഓക്കെ. അല്ലാതെ ഇപ്പോൾ ഒരിക്കലും നമ്മൾ പിന്നെ ഇന്ന കമ്പനിയാണ് നിങ്ങൾക്ക് സൂട്ടബിൾ എന്നുള്ളത് നമ്മൾ സാധാരണ പറയാറില്ല. അങ്ങനെ വരുമ്പോൾ അതൊരു പേഴ്സണൽ അഡ്വൈസ് മോഡലിലേക്ക് വരും. അപ്പോൾ അത് പേഴ്സണൽ അഡ്വൈസ് വേണമെങ്കിൽ അങ്ങനെയുള്ള പേഴ്സണൽ അഡ്വൈസ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഡ്വൈസ് ഒക്കെ തരുന്ന ഇപ്പോൾ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിൻ്റെ അടുത്തേക്ക് പോയിട്ട് എടുക്കാന്നുള്ളതാണ്. ഓക്കെ.
ഈ പ്രീമിയം നമ്മൾ എപ്പോഴും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, എല്ലാ വർഷവും പ്രീമിയം കൂടുമോ, അതോ അതിങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കുക, അതിനെ പറ്റി ഒന്ന് പറയാം. അത് നോർമലായിട്ട് നമുക്കിവിടെ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ 2 ടൈപ്പിലുള്ള പ്രീമിയം ഉണ്ട്. ഇപ്പോൾ സ്റ്റെപ്ഡ് പ്രീമിയം എന്ന് പറയും, അല്ലെങ്കിൽ ലെവൽഡ് പ്രീമിയം. പിന്നെ ചില കമ്പനീസ് ഒപ്റ്റിമം പ്രീമിയം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കോമൺ ആയിട്ടുള്ളത് സ്റ്റെപ്ഡ് പ്രീമിയം, ലെവൽഡ് പ്രീമിയം ആണ്. അപ്പോൾ സ്റ്റെപ്ഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ അത് പറയുമ്പോൾ ഇപ്പോൾ റീറ്റെയിൽ ഇൻഷുറൻസിനെയാണ് അത് കൂടുതലായിട്ട് പറയുക. ഇപ്പോൾ സ്റ്റെപ്ഡ് പ്രീമിയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു 30 ഇയേഴ്സ് ആണെങ്കിൽ 30 ഇയേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രീമിയം ആയിരിക്കും അവർ ചാർജ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ 1 വയസ്സും കൂടി കൂടുന്നു, അപ്പോൾ നമ്മുടെ റിസ്ക് കൂടുന്നു, നമ്മുടെ പ്രീമിയം അതനുസരിച്ച് ഏജിനനുസരിച്ച് കൂടി വരും. അതാണ് സ്റ്റെപ്ഡ് പ്രീമിയം. ഇപ്പോൾ ലെവൽഡ് പ്രീമിയം എന്ന് പറയുമ്പോൾ അവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനീസ് ഒരു ആവറേജ് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ ആ ഒരു പീരീഡിലേക്കുള്ള ആവറേജ് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൂടുതൽ പ്രീമിയം പേ ചെയ്യണം. അതെപ്പോഴും കൂടുതലായിരിക്കും. അത് കൂടുതലായിരിക്കും. ഓക്കെ. അപ്പോൾ അത് നമുക്ക് ഇപ്പം അത് ലെവൽ പ്രീമിയം എന്ന് പറഞ്ഞാലും അത് ഫിക്സ്ഡ് പ്രീമിയം അല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആൾക്കാരുടെ ഇടയിലുണ്ട്. കാരണം ലെവൽ പ്രീമിയം എന്ന് പറഞ്ഞാലും ഏത് ഇൻഷുറൻസ് കമ്പനീസിനും ബേസ് പ്രീമിയം റേറ്റ്സ് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് വരും. ഇപ്പോൾ അവർക്ക് ഇപ്പോൾ എന്താ പറയുക, ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വന്നു, എന്തെങ്കിലും വരുന്നു, മോർഗേജിന്റെ ഒക്കെ മാറുന്ന പോലെ തന്നെ, അല്ല ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ അവരെ സംബന്ധിച്ച് ആ ഒരു വയബിലിറ്റി നോക്കിയിട്ട് അവർ ബേസ് പ്രീമിയം റേറ്റ്സ് ചിലപ്പോൾ കൂട്ടും. കൂടുതലും ഇപ്പോൾ കണ്ടിട്ടുള്ളത് സ്റ്റെപ്ഡ് പ്രീമിയം ആയിരിക്കും ആൾക്കാർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ സൂപ്പറിൽ നിന്ന് കിട്ടുന്ന കവേഴ്സ് അത് നോർമലി സംഭവിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഓരോ എന്താ സൂപ്പർ ആനുവേഷൻ കമ്പനീസിൻ്റെ ഇപ്പോൾ ഇൻഷുറൻസ് പോലെ ഇരിക്കും. ചില കമ്പനീസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബെനിഫിറ്റ് എമൗണ്ട് അവർ കുറച്ച് കൊണ്ടുവരും. അപ്പോൾ അത് പ്രീമിയത്തിൽ വലിയ വ്യത്യാസം ഇല്ലാത്ത രീതിയിൽ അങ്ങനെ ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് ഫിക്സ്ഡ് അല്ല, അതിൻ്റെ ബെനിഫിറ്റ് എമൗണ്ട് കുറയ്ക്കും. പക്ഷേ റീറ്റെയിൽ ഇൻഷുറൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എമൗണ്ട് കുറഞ്ഞു വരില്ല. അതിൻ്റെ ബെനിഫിറ്റ് എമൗണ്ട് സെയിം ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇൻഡെക്സേഷനൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എല്ലാ വർഷവും കുറേശ്ശെ ഈ പറയുന്ന ബെനിഫിറ്റ് എമൗണ്ട് കൂടി വരികയും ചെയ്യും. അങ്ങനെ കിട്ടും. അതുപോലെ തന്നെ സന്തോഷം, വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ TPD ഉണ്ടല്ലോ, TPDയും ഡെത്ത് ഇൻഷുറൻസും. അപ്പം ഈ TPDയുടെ ആ എമൗണ്ട് തന്നെയാണോ ഈ ഡെത്ത് ഉണ്ടാകുമ്പോഴും നമുക്ക് കിട്ടുന്നത്, അതോ TPDക്ക് ഇപ്പം TPDക്ക് നമുക്ക് ഒരു പ്രാവശ്യം ഒരു ലംസം ഒരു എമൗണ്ട് കിട്ടി, അത് കഴിഞ്ഞ് ഡെത്ത് ഉണ്ടായി കഴിയുമ്പം വീണ്ടും അത്രയും കൂടി കിട്ടുമോ? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഈ സൂപ്പർ ആനുവേഷനിൽ നിന്ന് കിട്ടുന്ന ഇപ്പോൾ ഡീഫോൾട്ട് ഇൻഷുറൻസിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നോർമലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെത്ത് കവർ ഇപ്പോൾ ഒരു എമൗണ്ട് ഇപ്പോൾ ഒരു 150,000 അല്ലെങ്കിൽ ഒരു 200,000 ആണെങ്കിൽ ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്നത് TPDയും ആ സെയിം എമൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് താഴെയുള്ളൊരു എമൗണ്ട് ആയിരിക്കും ഇപ്പോൾ ഡീഫോൾട്ടിൽ അവർ തരുന്നത്. ഇപ്പോൾ നോർമലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് TPD ഈസ് ലിങ്ക്ഡ് ടു ലൈഫ് കവറാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റാൻഡ് അലോൺ കവേഴ്സ് അല്ല. അപ്പോൾ TPDയിൽ ഒരു ക്ലെയിം വന്ന് അത് പേയ്മെൻറ്റ് ചെയ്താൽ അപ്പോൾ ഡെത്ത് കവർ സെയിം എമൗണ്ട് ആണെങ്കിൽ അത് ലാപ്സ് ആവും. പിന്നെ അത് കാരണം ആ എമൗണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറഞ്ഞു. അപ്പോൾ ഒരു 200,000 ലൈഫ് കവറും അല്ലെങ്കിൽ ഡെത്ത് കവറും TPD കവർ 200,000 ആയിട്ട് ലിങ്ക്ഡ് ആണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് പേയ്മെൻറ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ റീറ്റെയിൽ ഇൻഷുറൻസിൽ എടുക്കുമ്പോൾ ഒരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് TPD ബൈബാക്ക് എന്നൊക്കെ പറയുന്ന ഒരു ഓപ്ഷൻസ് ഇടാം. അപ്പോൾ നമ്മളത് ലിങ്ക്ഡ് ആണെങ്കിലും നമുക്ക് പ്രീമിയം കുറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ലിങ്ക്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് TPD ബൈബാക്ക് അല്ലെങ്കിൽ ട്രോമ ബൈബാക്ക് എന്നൊക്കെ ഉള്ള ഓപ്ഷൻസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന TPD പേയ്മെൻറ്റ് ചെയ്താലും നമുക്ക് ഇപ്പോൾ 14 ഡേയ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 ഇയർ കഴിയുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് പോലെ ആ പീരീഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലൈഫ് കവർ വീണ്ടും അവിടെ റീഇൻസ്റ്റേറ്റഡ് ആവും. അപ്പോൾ നമുക്കത് ലാപ്സായി പോകുന്നില്ല. അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ സന്തോഷം, പുതിയതായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഇൻഷുറൻസിൽ ഇപ്പോൾ വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഒരു ചേഞ്ച് പറയാനായിട്ട് ഞാൻ വിട്ടുപോയത്, ഇപ്പോൾ സൂപ്പർ ആനുവേഷനിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു 25 ഇയേഴ്സിന് താഴെയുള്ള ഒരു ഇൻഡിവിജ്വൽ ഇപ്പോൾ സൂപ്പർ ആനുവേഷൻ വഴി ഇൻഷുറൻസിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ സൂപ്പർ ആനുവേഷൻ്റെ ബാലൻസ് മിനിമം $6,000 എങ്കിലും അതിൽ ഉണ്ടാവണമെന്നുണ്ട്. എന്നാലാണ് നമുക്ക് സൂപ്പർ ആനുവേഷൻ വഴിയുള്ള ബെനിഫിറ്റ് കിട്ടും, ഇൻഷുറൻസ് അവർ തരത്തുള്ളൂ. അപ്പോൾ അത് ചെയ്തിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്
നമുക്ക് ഇൻഷുറൻസ് ആവശ്യമില്ലെങ്കിലും നമ്മുടെ സൂപ്പറാനുവേഷൻ്റെ ബാലൻസ് കുറവാണെങ്കിലും ഇങ്ങനെയുള്ള ഡീഫോൾട്ട് ഇൻഷുറൻസ് അതിൽ തന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഷുറൻസിൻ്റെ പ്രീമിയം എടുത്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ബാലൻസ് കുറഞ്ഞു പോകും. അപ്പോൾ നമുക്കത് ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളത് കൺഫേം ചെയ്തിട്ട് മാത്രമാണ് അവർ നമുക്ക് ആ കവർ തരത്തുള്ളൂ. അപ്പോൾ 25 ഇയേഴ്സിന് താഴെയാണ് ഏജ്, $6,000 താഴെയാണ് എൻ്റെ സൂപ്പറിലെ ബാലൻസ് എന്നുണ്ടെങ്കിൽ എനിക്ക് നോർമലി ഡീഫോൾട്ട് ഇൻഷുറൻസ് അവർ തരില്ല. ഓക്കെ. പക്ഷേ അതിൻ്റെ എമൗണ്ട് 6,000 മേളിലാണ്, 25 ഇയേഴ്സിന് താഴെയാണെങ്കിൽ തരും. അല്ല, നമുക്ക് എടുക്കാം. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ അപ്രോച്ച് ചെയ്തിട്ട് പറയണം എനിക്ക് ഇൻഷുറൻസ് വേണമെന്ന് പറയണം. ഓക്കെ. അത് നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ ഓൺലൈനിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ അവരെ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്ത് തരും. അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്തു തരും. ഈ ടെർമിനൽ ഇൽനസ് അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ഇൽനസ് ഇത് രണ്ട് സെയിം ആണോ? ഇത് രണ്ട് സെയിം അല്ല. ടെർമിനൽ ഇൽനസ് എന്ന് പറയുന്നത് നോർമലി നമുക്കൊരു ഡെത്ത് കവറിൻ്റെ കൂടെ തന്നെ ഉള്ളൊരു ഓപ്ഷനാണ്. അതായത് ഇപ്പോൾ ഡെത്ത് കവർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ബെനിഫിഷ്യറിക്ക് കിട്ടുന്ന പേയ്മെൻറ്റാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ടെർമിനൽ ഇൽനസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു സ്റ്റേജ് 4 ക്യാൻസറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമ സ്റ്റേജിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല ഒരു സ്റ്റേജിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്യുവാണ് ദിസ് പേഴ്സൺ വിൽ നോട്ട് ലീവ് ഫോർ മോർ ദൻ 24 months അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ടെർമിനൽ ഇൽനെസ്സിൽ ആ പേയ്മെൻറ്റ് അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യും. അതാണ് ടെർമിനൽ ഇൽനെസ്. അപ്പോൾ ചില കമ്പനീസിൻ്റെ അവരുടെ ടെർമിനൽ ഇൽനെസ്സിൻ്റെ ഡെഫിനിഷൻ ചിലപ്പോൾ 12 months ആയിരിക്കും. അപ്പോൾ 12 months കൂടുതൽ ജീവിക്കില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ അവർ പേയ്മെൻറ്റ് ചെയ്യുള്ളൂ. പക്ഷേ കോമൺ ആയിട്ട് 24 months ആണ് അവർ പറയുക. പിന്നെ ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ അത് ട്രോമ കവർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു കുറേ ലിസ്റ്റ് ഓഫ് കണ്ടീഷൻസ് PDS ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ നമുക്ക് ഡയഗ്നോസ് ചെയ്താൽ നമുക്ക് ആ മെഡിക്കൽ ഡെഫിനിഷൻ മീറ്റ് ചെയ്താൽ നമുക്ക് പേയ്മെൻറ്റ് ലംസമായിട്ട് തരുന്ന കവറാണ് ക്രിട്ടിക്കൽ ഇൽനെസ്. അപ്പോൾ ഈ ടെർമിനൽ ഇൽനെസ്സും ക്രിട്ടിക്കൽ ഇൽനെസ്സും സെയിം അല്ല, രണ്ട് സെപ്പറേറ്റ് കവേഴ്സാണ്. അപ്പോൾ ഡെത്ത് കവറിൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളൊരു കവറാണ് ടെർമിനൽ ഇൽനെസ്. സെയിം എമൗണ്ട് തന്നെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം സന്തോഷ് ഇത്രയും കാര്യങ്ങൾ ഞാനുമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊക്കെ ഡിസ്കഷൻ ചെയ്തതിന് അല്ലെങ്കിൽ ഇത്രയും അറിവുകൾ നമുക്ക് പകർന്നു തന്നതിന് ബിഗ് താങ്ക്സ്. താങ്ക് യു. അതെ. അപ്പോൾ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റുകൾ ഇടുക. ഞാൻ സന്തോഷമായിട്ട് ചോദിച്ചിട്ട് അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ സന്തോഷിനെ ഡയറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്റ്റും ചെയ്യാം. അപ്പം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണുന്നോടം വരെ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.